ഞാനൊരു 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. പഴയ 2001 നടന്ന തെഹൽക്ക കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനത്തെ വിചാരണ, അവസാനത്തെ പ്രതി ഒരു മലയാളിയാണ്. അയാളിൽ നിന്നാണ് ഇത് തുടക്കം കുറിച്ച്, പാലക്കാട് സ്വദേശിയായ പി ശശി. അപ്പം അയാളുടെ ഫസ്റ്റ് ട്രയൽ കഴിഞ്ഞു. അത് ഏകദേശം ഒരു 7-8 മാസം മുമ്പാണ് തീർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ട്രയൽ എന്ന് പറയുന്നത് ഒഫീഷ്യൽ സീക്രട്ട് ആക്റ്റാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വിളിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോയി. പിന്നെ ചില ഫ്രണ്ട്സും ഒക്കെ ഡൽഹിയിലെ പഴയ ആൾക്കാരൊക്കെ കണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കിലുമായിപ്പോയി. പിന്നെ ഓർത്തഡോക്സ് യാക്കോബായ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അന്വേഷിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പല സുഹൃത്തുക്കളും ചോദിച്ചു എന്താണ് കാരണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പിറകിലുള്ള ഒരു സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിറിയയുടെ ഭാവി എന്താകും എന്നാണ്. ലോകം മുഴുവനും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ റിബൽ ലീഡേഴ്സ് എന്ന് പറയുന്നവരെ എത്രമാത്രം വിശ്വസിക്കാൻ സാധിക്കും? ഇപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാകാൻ തുടങ്ങി ലോകത്തിനും. ഈ പറയുന്നത് റിബൽ ലീഡറായ ജൊലാനി, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് പുറത്തു വന്നു. അഹമ്മദി അൽ സഹറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അത് താൽക്കാലിക റൂളറായിട്ട് പുള്ളി ചാർജ് എടുത്തു. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് ഇൻ്റർനാഷണൽ പത്രങ്ങളിൽ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഇന്നലെ അദ്ദേഹം ഏകദേശം 11ഓളം വരുന്ന ഗ്ലോബൽ മീഡിയയുമായിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. ഉറപ്പായിട്ടും വളരെ സ്ക്രിപ്റ്റഡ് ആയിരുന്നു. കൂടുതലായിട്ടും അതിനെപ്പറ്റി സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ അതേ തുടർന്ന് പോലെ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് മവാദി, അയാളുടെ ഇൻ്റർവ്യൂ ദ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ മാഗസിൻ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പം അമേരിക്കയാണ് ഈ പുറകിൽ നിന്ന് ചെയ്തത് എന്നെല്ലാവർക്കും ഏകദേശം സ്പഷ്ടമായി. ഈ ജൊലാനിയുടെ പുറകിലും ഈ പറയുന്ന റിബൽ ലീഡേഴ്സിൻ്റെ പുറകിലും നിന്ന് പ്ലേ ചെയ്തത്, അതായത് ആസാദിനെ അവിടുന്ന് ഓടിക്കാൻ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയായിരുന്നു. അപ്പം ഇതിൻ്റെ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ ബോർഡറിൽ നിന്നും ഏകദേശം 26 കിലോമീറ്റർ ദൂരെ കൊൺട്രാറ എന്ന് പറഞ്ഞൊരു സിറ്റി. അപ്പം ഞാനിത് സിറ്റിയെ പറ്റി പറഞ്ഞു. ഇത് ഇപ്പോഴാണ് ഗ്ലോബൽ മീഡിയ ഒക്കെ പുറത്ത് പറയുന്നത് ഈ സിറ്റി പിടിച്ചിരിക്കുന്നത്, ഗോലൻ ഹൈറ്റിനടുത്ത് പിടിച്ചിരിക്കുന്നത് ഇസ്രായേൽ. പക്ഷേ ഉണ്ടായ സംഭവം, എന്നാണ് ഈ റിബൽ ലീഡേഴ്സ് മൂവ് ചെയ്തത് അന്ന് മുതൽ തന്നെ ഇസ്രായേൽ സൈന്യം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. ഏകദേശം 60ഓളം കിലോമീറ്റർ. ഇപ്പം ഇസ്രായേൽ സൈന്യം നിൽക്കുന്ന ആ ഭാഗത്ത് നിന്നും ഏകദേശം 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഡമാസ്കസ്. അപ്പം ഈ ഗ്ലോബൽ ലീഡേഴ്സ്, യുണൈറ്റഡ് നേഷൻ്റെ പ്രത്യേക പ്രതിനിധി ഇന്നലെ ഈ പറയുന്ന അഹമ്മദി അൽ സഹാറയുമായിട്ട് ചർച്ച നടത്തി. ഈ റിബൽ ലീഡേഴ്സുമായിട്ട് ചർച്ച നടത്തി. ടർക്കിഷ് ഇൻ്റലിജൻസ് ഒഫീഷ്യൽസ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർ ചർച്ച നടത്തി. ഇവരൊന്നും പോയി ഡമാസ്കസിൽ പോയല്ല ചർച്ച നടത്തിയത്. ഈ പറയുന്ന റിബൽ ലീഡേഴ്സ് മുഴുവനും ഈ 18-19 കിലോമീറ്റർ മാറിയിട്ടുള്ള ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള, അതായത് കൈവശപ്പെടുത്തിയ ആ സിറ്റിയിൽ നിന്നാണ് ഇവരെല്ലാം ഈ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചത്. കാരണം ഡമാസ്കസ് എയർപോർട്ട് ഓപ്പറേഷനിലായിട്ടില്ല ഇപ്പോഴും. അതിനേക്കാളൊക്കെ ഉപരി ആൾക്കാർക്ക് ഭയമെന്ന് പറയുന്നത്, ഈ ഡിപ്ലോമാറ്റ്സിന് ഭയമെന്ന് പറയുന്നത്, ഈ ഡമാസ്കസിനകത്ത് ഏത് സമയത്ത് റിബൽ ലീഡേഴ്സും മറ്റൊരു രൂപം മാറി ഈ വേൾഡ് ലീഡേഴ്സിനെ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം ഇസ്രായേൽ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു, ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെയുള്ള ടെറർ ഗ്രൂപ്പിനെയും ഇസ്ലാമിക ISIS ഫോഴ്സിനെ അമേരിക്ക ബോംബ് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനൊരു മൂവ്മെൻറ്റ് ഒരുക്കുക. ഞാനൊരു പ്രത്യേക വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. ഇനി മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, രസകരമായൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കാവുന്നൊരു സംഭവം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, 1970 അവസാനമൊക്കെ അമേരിക്കൻ എംബസി, അതായത് ടെഹ്റാനിലുള്ള അമേരിക്കൻ എംബസിയിൽ ഇറാനിലുള്ള പ്രക്ഷോഭകാരികളും അവിടുത്തെ ഇസ്ലാമിക ആൾക്കാരെ കയറി സ്റ്റോം ചെയ്തു. അത് പിടിച്ചെടുത്ത സംഭവം വലിയ സംഭവമായി. അതിനെപ്പറ്റി പിന്നീട് ഹോളിവുഡ് സിനിമ വരെ ഇറങ്ങി, അതിന് ഓസ്കാറും കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് നോക്കുക, 2017 സൗദി അറേബ്യയുടെ ഇറാനിലുള്ള എംബസി
ഇതേപോലെ ഇറാനിയൻസ് കയറി പിടിച്ചെടുത്തു. ഉണ്ടായ സംഭവം. അതിനെ തുടർന്നാണ് സൗദി അറേബ്യ ഇറാനുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്ത്. പിന്നെ ഇവിടെ തടവി വെച്ച് പിന്നെ വളരെ ചൈനയും മറ്റുള്ളവരൊക്കെ ഇടപെട്ട ശേഷമാണ് ഇവർ വിട്ടുകൊടുക്കുന്നത്. ഇപ്പം ഈ ഡെമാസ്കസ് പിടിച്ചെടുത്ത ശേഷം ഈ സിറിയൻ ലീഡേഴ്സ് അവിടെ ഉണ്ട്. കാരണം അസാദും കൂട്ടരൊക്കെ അങ്ങ് പോയി. പക്ഷെ പിന്നെ ഇവിടെ ഒത്തിരി സിറിയൻ ലീഡേഴ്സ് ഉണ്ട്. ഇവർക്ക് അഭയം കൊടുത്തത് ഇറാനിയൻ എംബസിയാണ്. കാരണം റഷ്യക്കാരെപ്പോഴും എംബസി എല്ലാം പൂട്ടി അങ്ങ് പോയി. പിന്നീട് ഇറാനിയൻ എംബസിയോട് പറയുകയാണ്, ഈ പറയുന്ന സിറിയൻ ലീഡേഴ്സിനെ അവർ അറ്റാക്ക് ചെയ്യത്തില്ല, ഇൻസ്റ്റിറ്റ്യൂഷനെ അറ്റാക്ക് ചെയ്യത്തില്ല എന്നതിന് ശേഷമാണ് അവരോട് വീട്ടിൽ പോകാൻ അവർ വീടുകളിൽ പോയത്. അതായത് ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് ഉറാശ അങ്ങനെയായിരുന്നു, നേരെ തിരിച്ച് ഇങ്ങോട്ടായി അങ്ങ് മാറി മറിഞ്ഞു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ലേഖനങ്ങളും ആർട്ടിക്കിൾസും ഈ പറയുന്ന റിബൽ ലീഡേഴ്സുമായിട്ട് HTSുമായിട്ട് ബന്ധപ്പെട്ട പലതും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ റിബൽ ലീഡേഴ്സും ഈ പറയുന്ന പഴയ ജോലാനി, ഇപ്പോഴത്തെ അൽ സഹാറ, ഇവരൊക്കെ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അവരൊരു കാരണവശാലും സിറിയയുടെ കൾച്ചർ, അതായത് പ്ലൂറലായിട്ടുള്ള ആ കൾച്ചറിനെ ഹനിക്കുന്ന രീതിയിൽ ഒന്നും അവരുണ്ടാക്കാൻ പോകുന്നില്ല. സിറിയയിൽ താമസിക്കുന്ന എല്ലാ മൈനോറിറ്റികളും, അതല്ല സിറിയയിൽ നിന്ന് പുറത്തു പോയത് ഏകദേശം 2.5 കോടിയോളം ജനങ്ങളാണ് റെഫ്യൂജിയായിട്ട് പുറത്തു പോയേക്കുന്നത്. ഇവരെ പൂർണ്ണമായിട്ടും തിരിച്ചു വന്ന് അവിടെ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് ബേസിക്കലി ഇതിൻ്റെ മുഴുവനും മീഡിയേഷൻ ടോക്സും സിറിയൻ റിബൽ ലീഡേഴ്സുമായിട്ട് നടത്തുന്നത്. അമേരിക്ക പറഞ്ഞൊരു കൃത്യമായ സംഭവമുണ്ട്. അതായത് അമേരിക്ക ഇപ്പോഴും ആ HTSനെ, ഈ പറയുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിനെ ഒന്നും അവർ ടെററായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം അവർ ഒരു പൊതുധാരയിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള സമീപനം അമേരിക്ക എടുത്തിട്ടില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് അമേരിക്കൻ പാർലമെൻറ്റിൽ, അമേരിക്കൻ സെനറ്റിൽ അത് വലിയ ഇഷ്യൂ ആയി മാറും. കാരണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിബൽ ലീഡേഴ്സിന്, ഈ പറയുന്ന പഴയ അൽഖയ്ദക്കാരെയും ISISകാരെയും അംഗീകരിച്ചത്? കാരണം അമേരിക്കയിൽ അത് വലിയ ചോദ്യചിഹ്നമുണ്ട്. അതിൻ്റെ പേരിലാണ് അവർ പറയുന്നത് അവിടെ ഒരു ജനാധിപത്യ ഭരണം വന്ന ശേഷം മാത്രമേ അമേരിക്ക ഇവരെ അംഗീകരിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പാർട്ട്. അപ്പോൾ അതിൻ്റെ ടോക്സ് നടക്ക് അമേരിക്ക തന്നെ സിറിയൻ ഈ ജൊലാനിയോടും ഈ പറയുന്ന അൽ സഹാർ അഹമ്മദിയോട്, ഇവരുടെ റിബൽ ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു സെക്യുലറായിട്ടുള്ള ഭരണഘടനയാണ് ഉണ്ടാകേണ്ടത്. ഒരു കാരണവശാലും ശരീഅത്തുമായിട്ടുള്ള ആ രീതിയിലുള്ള ഇസ്ലാമിക രീതിയിലുള്ള ഭരണം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതൊക്കെ അമേരിക്ക ഡിമാൻഡാണ്. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുകയാണ്. ഇപ്പം ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ റിബൽ ലീഡേഴ്സ് ഇതുമായിട്ട് പൂർണ്ണമായിട്ടും യോജിച്ച് പോകാൻ തയ്യാറാണ്. കാരണം അപ്പോൾ അവർ പറയുന്ന റിബൽ ലീഡേഴ്സ് പറയുന്ന സംഭവമുണ്ട്. എന്താണ് താലിബാൻ പിടിച്ചെടുത്ത ശേഷം, അതായത് അമേരിക്കൻ ഫോഴ്സ് അവിടെ മാറിയ ശേഷം കാബൂളിൽ സംഭവിച്ചത്? ലോകരാജ്യങ്ങളെല്ലാം അതിനെ അങ്ങ് ഒറ്റപ്പെടുത്തി. പിന്നീട് ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എല്ലാ രീതിയിലും തകർന്ന് നാശമായി. അവിടെയുള്ള ജനങ്ങളുടെ ജീവിതം ദുരിതമായി. കാരണം മറ്റുള്ള ഒരു രാജ്യങ്ങളും ഇവരെ അംഗീകരിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഈ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഈ റിബൽ ലീഡേഴ്സും മനസ്സിൽ വെച്ചിരിക്കുന്നത്. അവർ ഇസ്ലാമിക രീതിയിൽ, താലിബാൻ രീതിയിൽ ഇതിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് വീണ്ടും, അതായത് ഇപ്പോൾ തന്നെ രാജ്യം പല പല ഭാഗങ്ങളായിട്ട് പലരുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഈ അറേബ്യൻ രാജ്യത്ത്, ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള വാർലോഡ്സിനാണ്. ഒരു ഡിക്റ്റേറ്ററാണ് അവർ ആ റീജിയൻ അങ്ങ് ഭരിക്കുക. അങ്ങനെ അത് തന്നെയാണ് ഇസ്ലാമിക ചരിത്രങ്ങളുടെ ഹിസ്റ്ററികളിലും പറയുന്നത്. കാരണം അവർക്ക് ഈ ജനാധിപത്യത്തെ പറ്റി അറിയത്തൊന്നുമില്ല. ഇപ്പം 53 വർഷത്തെ ആസാദിൻ്റെ കുടുംബവും അദ്ദേഹം ഭരിച്ച സമയത്ത് അവിടെ ജനാധിപത്യം എന്ന് പറയുന്നേ ഉള്ളൂ. ഇത് മുഴുവൻ ഡിക്റ്റേറ്റേഴ്സാണ് ഇത് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ഇവരെല്ലാം ഇസ്ലാമിക രീതിയിൽ ഭരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ രാജ്യത്തിന് മുഴുവൻ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടായത്. കാരണം ഇസ്ലാമിക നിയമം, ശരീഅത്തിലോ അത് ഇത്, ഈ രീതിയിലുള്ള പോക്ക് ലോകരാജ്യങ്ങൾക്കും അറേബ്യൻ രാജ്യങ്ങൾക്കും പിടികിട്ടി തുടങ്ങി. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇത് ഇസ്ലാമിക രാജ്യമായിട്ടോ മറ്റൊരു താലിബാനായിട്ടോ മറ്റൊരു യമനോ ആയിട്ട് ഇറാനോ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ
ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം അതുമായിട്ട് മേജർ മീഡിയേറ്റർ ഈ ബ്രോക്കർ പരിപാടി നടത്തുന്നത് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും UAE അഡ്മിനിസ്ട്രേഷൻ്റെ സ്പെഷ്യലായിട്ട് ചില ഓഫീഷ്യൽസ് അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരും താമസിക്കുന്ന ഇസ്രായേൽ അധിനിവേശ പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ അവരും ഈ ടോക്സിൻ്റെ അകത്ത് വളരെയധികം കാര്യമായിട്ട്, കാരണം UAE ഇതിനകത്ത് ശരിക്കും ഫണ്ട് ചെയ്തിട്ടുണ്ട് ഈ റിബൽ ലീഡേഴ്സിനും വെപ്പൺസ് വാങ്ങാനും കൊടുക്കാനും. അതേപോലെ ടർക്കിയും ഫണ്ട് ചെയ്തിട്ടുണ്ട്. കാരണം രണ്ടും ഒരു ഇസ്ലാമിക രീതിയിലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരും ഈ റിബൽ ലീഡേഴ്സിനോട് ഈ പറയുന്ന അഹമ്മദി ഈ സഹറയോട് പറയുന്നത്, ഒരു കാരണവശാലും ഇസ്ലാമിക നിയമങ്ങളുമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകരുത്. അങ്ങനെ വരുവാണെങ്കിൽ ഈ രാജ്യം ഡിസൻറ്റഗ്രേറ്റ് ചെയ്ത് പല പീസുകളാകുമ്പോൾ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുടെ ഫ്യൂച്ചറിന് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു കാരണവശാലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതേപോലെയുള്ള ഇസ്ലാമിക ഗ്രൂപ്പുകൾ വരികയും ആ രാജ്യമല്ല ആ പ്രദേശം മുഴുവൻ, വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഏഷ്യ മുഴുവനും നാശമാകാനുള്ള സംഭവമുണ്ട്. അപ്പം അതിൻ്റെ പേരിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് പല രീതിയിലുള്ള ഈ പറയുന്ന റിബൽ ലീഡേഴ്സ്, HTSൻ്റെ ലീഡേഴ്സ്, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് അവർ മൈനോറിറ്റിയെ സംരക്ഷിക്കും. ഇവിടെ ഇസ്ലാമിക രീതിയിലുള്ള താലിബാൻ രീതിയിലുള്ള ഭരണമായിരിക്കില്ല ഉണ്ടാകുന്നത്. എല്ലാ രീതിയിലുള്ള ജനങ്ങൾക്ക് പുരോഗതിയും അവർക്ക് ആഹാരവും അവർക്കുള്ള ആവശ്യങ്ങളും ഞങ്ങൾ നിറവേറ്റും. സിറിയയിൽ നിന്ന് പോയവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് ചില സൂചനകളൊക്കെ ഗ്ലോബൽ പല രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും നൽകിക്കഴിഞ്ഞു. കാരണം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട അസൈലം പല ആൾക്കാരും പല രാജ്യങ്ങളിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും പല രാജ്യങ്ങളും ഇംഗ്ലണ്ട് ഉൾപ്പെടെ അത് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. കാരണം സിറിയയിലുള്ളവർക്ക് അസൈലം ഇനി കൊടുക്കണ്ട. മറ്റൊരു മേജർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സിറിയയിൽ നിന്ന് പോയ മറ്റ് പല കൂട്ടരുണ്ട്, മറ്റ് പല കമ്മ്യൂണിറ്റി. അപ്പോൾ അവർക്കും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, ഇപ്പം ഇവിടെ അധികാരത്തിൽ ഏറിയിരിക്കാൻ പിടിച്ചെടുത്തിരിക്കുന്ന ഈ റെബൽസുമായിട്ട് യോജിച്ചു പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമോ ഇല്ല, ഇതാണ് ചോദ്യം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൻ്റണി ബ്ലിങ്കൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് ചാടിക്കയറി എല്ലാവരും കൂടെ സിറിയയിൽ പോയി അവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം എങ്ങനെയായിരിക്കും ആ രാജ്യം ഭരിക്കാൻ പോകുന്നവരുടെ യഥാർത്ഥ സ്വഭാവം, അവർ ജനാധിപത്യത്തിലോട്ട് പോകുമോ ഇല്ലയോ, ഏത് രീതിയിലുള്ള ഭരണഘടനയാണ് അവലംബിക്കാൻ പോകുന്നത്, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട ശേഷമായിരിക്കണം മുന്നോട്ടുള്ള പോക്ക്. അതിനിടയ്ക്ക് തന്നെ റഷ്യ ഈ പറയുന്ന റെബൽസുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സീക്രട്ട് മീറ്റിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി സിറിയയുടെ റഷ്യയിലുള്ള എംബസി അവർ ഈ അസാദുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കൊടിയൊക്കെ മാറ്റി റിബൽ ലീഡേഴ്സിൻ്റെ കൊടിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം ആ എംബസി ഇവരുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ റഷ്യയുടെ ഒറ്റ താല്പര്യമുള്ള അവരുടെ ബേസ് അവിടെ വേണം. അപ്പം ഈ റിബൽ ലീഡേഴ്സ് പറയുന്നത്, അതായത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അവരൊരു കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്, റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകാം. പഴയ രീതിയിലുള്ള റിറ്റാലിയേഷനും പകരം വീട്ടിലൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം ഡിമാൻഡ് അവർ പറഞ്ഞത്, റഷ്യയെ ഇവർ അക്സസ് ചെയ്യുമ്പോൾ ബേസ് കൊടുത്ത്, കാരണം റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോർട്ട് സിറിയയിലാണ്, 2 or 3 അവർക്ക് എയർ ബേസുകളും, അതായത് എയർഫോഴ്സിൻ്റെ ബേസുകൾ സിറിയയിലുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമാണ് റിബൽ ലീഡേഴ്സ് ഈ ഡിസ്കഷനിൽ പറയുന്നത്, അവരത് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക റഷ്യയെ എതിർക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് വെച്ചുകൊണ്ട് റഷ്യയെ അവിടെ നിലനിർത്തുവാൻ പറ്റില്ല. അതായത് കാര്യം വളരെ കൃത്യം. ഈ പറയുന്ന റിബൽ ലീഡേഴ്സ്, അതായത് പഴയ ജ്വലാനി, അതായത് ഇപ്പോഴത്തെ അഹമ്മദി അൽ സഹറ, ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതിൻ്റെ കാര്യം വളരെ കൃത്യമായി. മറ്റൊരു സംഭവം അറിയാൻ സാധിച്ചത്, ഈ ഇസ്രായേൽ സിറിയയിൽ ഏകദേശം 500 സോട്ടിയാണ് ബോംബ് ചെയ്തിരിക്കുന്നത്, അതായത് അസാദിൻ്റെ പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ. അതിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന റിബൽ ലീഡേഴ്സ് അവരാണ് പറഞ്ഞത് അതിനെ തകർക്കാൻ. കാരണം അത് നിലനിൽക്കുകയാണെങ്കിൽ അസാദ് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് അസാദിൻ്റെ പട്ടാളമാണ്. അതുകൊണ്ടാണ് അവരുടെ കെമിക്കൽ വെപ്പൺസ് ആണെങ്കിലും വെപ്പൺ ഫാക്ടറി ആണെങ്കിലും, മനസ്സിലാക്കുക, സിറിയയിൽ വെപ്പൺ ഫാക്ടറി, മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇറാനാണ് ഇട്ടുകൊടുത്തത്. ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് ബോംബ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ വെപ്പൺസ് വരുന്ന റൂട്ടുണ്ട് സിറിയ ത്രൂ, ആ റൂട്ട് ഉൾപ്പെടെ, അതായത് ജോർദാൻ ആ സൈഡ് വഴി
ലെബനൻ കയറിയാണ് ഇത് വരുന്നത്. ആ റൂട്ട് ഉൾപ്പെടെ ബോംബ് ചെയ്തങ്ങ് തകർത്തു. അതായത് സിറിയയുടെ ഇപ്പോഴത്തെ ഈ ഡിഫൻസിൻ്റെ കേപ്പബിലിറ്റി, ഈ പറയുന്ന കയ്യിലിരിക്കുന്ന തോക്കുകളൊക്കെ മാത്രമേ ഉള്ളൂ ഈ റിബൽസിൻ്റെ, ബാക്കിയെല്ലാം വലിയ സീറോ ആക്കി കൈ കൊടുത്തു. ഇത് ഈ പറയുന്ന റിബൽ ലീഡേഴ്സ് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ ഇത് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നും പുതിയ റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കുന്നു.